ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 122ാം പതിപ്പ് ഇന്ന്. സദ്ഭരണം ചർച്ച ചെയ്യാൻ എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനുള്ള സന്ദർശനത്തിന്റെ ഭാഗമായി ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലെത്തി. കാലവർഷം ശക്തിയാർജിച്ചതോടെ വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ 21 ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായി നാവികസേന. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11-ന്. പരിപാടിയുടെ 122ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. തുടർന്ന് മലയാള പരിഭാഷയും കേൾക്കാം. ആകാശവാണി ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് എന്നിവയിലും തത്സമയം പ്രക്ഷേപണമുണ്ടാകും. ആകാശവാണി ന്യൂസ്, ഡിഡി ന്യൂസ്, പിഎംഒ, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും പരിപാടി ശ്രവിക്കാവുന്നതാണ്. എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ 20 മുഖ്യമന്ത്രിമാരും 18 ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുക്കുന്ന ഒരു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. സദ്ഭരണം പ്രമേയമാക്കി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ബിജെപി അധ്യക്ഷൻ ജെ.പി. നഡ്ഡ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ ഇന്ത്യൻ സൈന്യത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും യോഗം അഭിനന്ദിക്കും. ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന് പിന്തുണ അറിയിക്കും. എൻഡിഎ മുഖ്യമന്ത്രിമാർ സ്വന്തം സംസ്ഥാനങ്ങളിലെ സംരംഭങ്ങളെക്കുറിച്ച് വിശദീകരിക്കും. കേരളത്തിൽ കാലവർഷം കനത്തതോടെ വ്യാപക നാശനഷ്ടം. 2 ദിവസം അതിതീവ്ര മഴയ്ക്കും 28 വരെ തീവ്രമഴയ്ക്കും സാധ്യതയുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 28 വരെ മീൻപിടുത്തം നിരോധിച്ചു. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. മഴക്കെടുതികളും രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. കനത്ത മഴയിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ കണ്ണൂർ ചാലക്കുന്നിൽ മണ്ണിടിഞ്ഞ് തൊഴിലാളി മരിച്ചു. ജാർഖണ്ഡ് സ്വദേശി വ്യാസ് ഒറോണാണ് മരിച്ചത്. തളിപ്പറമ്പ് കുപ്പം കപ്പണത്തട്ടിൽ ദേശീയപാതയുടെ സർവീസ് റോഡിലേക്ക് മണ്ണിടിഞ്ഞ് ഗതാഗതം വഴിതിരിച്ചുവിട്ടു. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് കുപ്പത്തെ 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ ഇന്നലെ വൈകിട്ട് വീശിയടിച്ച കാറ്റിൽ മരം വീണ് ഇരിട്ടി, പേരാവൂർ, കരിവള്ളൂർ, പഴയങ്ങാടി, ഉദയഗിരി, നടുവിൽ, ചമ്പാട് എന്നീ പ്രദേശങ്ങളിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപറ്റി. പഴശ്ശി ജലസംഭരണിയുടെ 16 ഷട്ടറുകളിൽ 4 തുറന്നു. കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ 4000-ഓളം ക്യാമ്പുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി കെ. രാജൻ. ഈ മാസം 27ഓടെ മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ അടുത്ത 16 ദിവസം വലിയ ജാഗ്രത വേണമെന്നും മന്ത്രി പറഞ്ഞു. ശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക ദുരന്ത സാധ്യതകൾ കണക്കിലെടുത്ത് ഇടുക്കിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഖനന പ്രവർത്തനങ്ങൾക്ക് പുറമെ വിനോദസഞ്ചാര മേഖലയിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കാലവർഷം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളാണ് ഇടുക്കിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മലയോര മേഖലകളിലൂടെയുള്ള അനാവശ്യ യാത്രകൾ സുരക്ഷിതമല്ലെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബോട്ടിംഗ്, കയാക്കിംഗ്, റാഫ്റ്റിംഗ്, കുട്ടവഞ്ചി സവാരി എന്നിവ ഉൾപ്പെടെയുള്ള ജലവിനോദങ്ങളും മലയോര മേഖലകളിലെ ട്രെക്കിംഗും അടക്കം എല്ലാവിധ സാഹസിക വിനോദ പരിപാടികളും നിരോധിച്ചു. ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾക്കും താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തി. ഏത് തരത്തിലുള്ള ദുരന്ത സാഹചര്യങ്ങളെയും നേരിടുന്നതിന് ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിക്കുന്നതിന് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലയിലെ ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് മേധാവിമാർക്കും ജീവനക്കാർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി, എലിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് ലോകരാജ്യങ്ങളെ ധരിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ വിവിധ സർവകക്ഷി സംഘങ്ങൾ സന്ദർശനം തുടരുന്നു. ഗയാന, അമേരിക്ക, പനാമ, ബ്രസീൽ, കൊളംബിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം ന്യൂയോർക്കിലെത്തി. കോൺസുലേറ്റിൽ നടന്ന ആശയവിനിമയത്തിൽ ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വിശദീകരിച്ചു. ജെഡിയു എംപി സഞ്ജയ് ഝാ നയിക്കുന്ന സംഘം ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കി. ദക്ഷിണ കൊറിയയിലെ സോളിലെത്തി. മോസ്കോയിലുള്ള ഡിഎംകെ എംപി കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ത്യൻ എംബസിയിൽ നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശിവസേന എംപി ഡോക്ടർ ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം യുഎഇ സന്ദർശനം പൂർത്തിയാക്കി കോങ്കോയിലേക്ക് തിരിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് നൽകിയ അചഞ്ചലമായ പിന്തുണയ്ക്ക് സംഘം യുഎഇ ഭരണ നേതൃത്വത്തിന് നന്ദി അറിയിച്ചു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ജർമ്മനി നൽകിയ പിന്തുണയ്ക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നന്ദി അറിയിച്ചു. ജർമ്മൻ വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, നിർമ്മിത ബുദ്ധി, ഹരിത സുസ്ഥിര വികസനം എന്നിവയുൾപ്പെടെയുള്ള തന്ത്രപരമായ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും ആവർത്തിച്ചു. ഓരോ സംസ്ഥാനത്തും ആഗോള നിലവാരത്തിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമെങ്കിലും വികസിപ്പിക്കാനും എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും ലഭ്യമാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ ചേർന്ന നിതി ആയോഗിന്റെ 10ാം ഭരണസമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ചതായും ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന സംരംഭത്തിന്റെ പ്രാധാന്യം യോഗത്തിൽ ഊന്നിപ്പറഞ്ഞതായും നിതി ആയോഗ് സിഇഒ BVR സുബ്രഹ്മണ്യം പറഞ്ഞു. The government has been signing a lot of FTAs, more are in the pipeline. We need to leverage the FTAs. And to leverage that, he wanted states to start thinking on those lines. He also talked about the ODOP, One District, One Product program, which he had. But it's not about just one district, one product. He wanted that to be made world class. How do you make it world class? Through quality, through marketing, through packaging, so that people feel like owning it. ഓപ്പറേഷൻ സിന്ദൂരിൽ സമൂഹത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഓപ്പറേഷൻ സിന്ദൂരിൽ കാണിച്ച ടീം ഇന്ത്യയുടെ ശക്തി ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയെന്നും ശ്രീ സുബ്രഹ്മണ്യം വ്യക്തമാക്കി. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന ദേശീയ സമ്മേളനം ഇന്നലെ ന്യൂഡൽഹിയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും മുതിർന്ന അഭിഭാഷകരും എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 36 സിഇഒമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് നിയമം, ജുഡീഷ്യൽ നടപടികൾ, നിയമപരിഷ്കാരങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കമ്മീഷന്റെ നിയമവിഭാഗത്തിന്റെ കാര്യക്ഷമത, ഏകോപനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചത്. നാളെ ബ്രസീലിൽ ആരംഭിക്കുന്ന ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗത്തിൽ ഇന്ത്യ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങളായ ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. സംയുക്ത സാംസ്കാരിക പദ്ധതികൾ, സ്ഥാപന പങ്കാളിത്തങ്ങൾ എന്നിവയിലൂടെ പരസ്പര ധാരണയും സാംസ്കാരിക സഹകരണവും പ്രോത്സാഹിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ചർച്ചകളിൽ സാംസ്കാരിക നയതന്ത്രം, പൈതൃക സംരക്ഷണം തുടങ്ങിയവയിലുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രം ചൂണ്ടിക്കാട്ടും. ഇന്നലെ കൊച്ചി തീരത്ത് നിന്ന് ഏകദേശം 38 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് അറബിക്കടലിൽ ചരിഞ്ഞ MSC എൽസ 3 എന്ന കപ്പലിലെ 24 കപ്പൽ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായി നാവികസേന അറിയിച്ചു. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ, സെക്കൻഡ് എഞ്ചിനീയർ എന്നിവർ ചരക്ക് സാമഗ്രികൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കപ്പലിൽ തുടരുന്നു. രക്ഷപ്പെട്ടവർക്ക് മെഡിക്കൽ സഹായം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകളും ഡോണിയർ വിമാനങ്ങളും രക്ഷാപ്രവർത്തനം തുടരുന്നു. IPL 2020 ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് തകർപ്പൻ ജയം. ഇന്നലെ രാത്രി ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിനാണ് ഡൽഹി ക്യാപിറ്റൽസ് പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകുന്നേരം 3:30-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആതിഥേയരായ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ന് സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് പോരാട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 122ാം പതിപ്പ് ഇന്ന്. സദ്ഭരണം ചർച്ച ചെയ്യാൻ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനുള്ള സന്ദർശനത്തിന്റെ ഭാഗമായി ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലെത്തി. കാലവർഷം ശക്തി ആർജിച്ചതോടെ വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ 21 ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായി നാവികസേന. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.